ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അജീസ് ലിറ്റിൽ വേൾഡ് എന്നെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാവയ്ക്കക്കറിയാണ്. ഒരു പാവയ്ക്ക രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത വെള്ളത്തിലിട്ടൊന്ന് ക്ലീൻ ആവാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അതിനുശേഷം വളരെ തിന്നായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. നാളികേരത്തിൻ്റെ ഒരു പീസ് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 10 ചെറിയുള്ളി, 4 പച്ചമുളക്, 3 വെളുത്തുള്ളിയും കൂടിയാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇട്ട് കൊടുക്കാം. ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകും വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഫ്രൈ ചെയ്തിട്ടുള്ള ഉപ്പും കൂടെ. ഇതിൻ്റെ കയ്പ്പൊക്കെ നന്നായിട്ട് പോവും ഇങ്ങനെ ചെയ്യുമ്പോൾ. ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് പാവയ്ക്കയിൽ പിടിക്കട്ടെ. ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് രണ്ടാം പാലും 1/2 കപ്പ് ഒന്നാം പാലും മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് തിക്കായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിപ്പോൾ തിക്കായി വന്നിട്ടുണ്ട്. ഒന്നാമത്തെ പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ തിളച്ച് വരുമ്പോൾ തന്നെ നമുക്കത് ഓഫ് ചെയ്യാം. ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കതൊന്ന് താളിച്ചൊഴിക്കാം. ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ പീസുകൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പാവയ്ക്കക്കറിയിൽ ഇത് ഇടയ്ക്ക് ഒന്ന് ഇട്ട് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ശേഷം നമുക്ക് ഉള്ളി ഒന്ന് താളിച്ചെടുക്കണം. ഇനി നമുക്ക് ആ വെളിച്ചെണ്ണയിൽ തന്നെ കടുക് പൊട്ടിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ കുത്തുകളും ഉള്ളിയും കൂടെ എല്ലാം ഒരുമിച്ചിട്ട് മിക്സ് ചെയ്ത് കുറച്ച് മുളക് പൊടിയും കൂടെ അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ കറിയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റുള്ളൊരു കറിയാണ്. ഓണത്തിനൊക്കെ സ്പെഷ്യലായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു സദ്യയിലൊക്കെ വെക്കുന്ന ഒരു കറിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.